നമസ്കാരം. കേരളത്തിൽ 2 ദിവസമായിട്ടുള്ള TV ചാനൽ നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ന്യൂസ് ചാനലിലുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് വയലൻസ്. കേരളത്തിൽ എന്തുകൊണ്ട് വയലൻസ് ഉണ്ടാകുന്നു, അതിന്റെ കൺക്ലൂഷൻ. ഇപ്പോൾ സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് പിന്നെ തുടങ്ങിയ പല ആൾക്കാരും എല്ലാവരും വന്ന് ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു എൻഡ് റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം മെഡിക്കൽ ഒരു പെർസ്പെക്റ്റീവ് എന്നാണെങ്കിൽ അല്ലെങ്കിൽ സൈക്കോളജി, സൈക്കാട്രിസ്റ്റ് ഒക്കെ വന്ന് പറയുന്ന ഡയലോഗ് ആണെങ്കിൽ നമുക്ക് ക്ഷമയില്ലായ്മ. അപ്പം അവർ തന്നെ ഉദാഹരണം പറയുന്നതാണ് അതിലും വലിയ തമാശ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ സിനിമ തിയേറ്ററിൽ പോയി പണ്ടത്തെ കാലത്ത് 2-3 മണിക്കൂർ ഇരുന്ന് ടിക്കറ്റ് വേണ്ടി ക്യൂ നിന്ന് അതിനുശേഷം ടിക്കറ്റ് എടുത്ത് 3 മണിക്കൂർ സിനിമ കാണുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 1 മിനിറ്റ് കൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ആ സമയത്ത് പോയി 3 മണിക്കൂർ സിനിമ കാണുന്നു. അപ്പോൾ അവർക്ക് അക്ഷമരാണ്. രണ്ടത്തെ കാര്യം ഹോട്ടലിൽ കണക്ക് പണ്ടത്തെ കാലത്ത് ക്യൂ നിന്ന് ഫുഡ് കഴിക്കുന്നു. പണ്ട് എത്ര ഹോട്ടൽ ഉണ്ടായിരുന്നു എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അതിനൊക്കെ തന്നെ പണ്ട് എത്ര ഈ സിനിമ തിയേറ്റർ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവർക്കും ഓർഡർ ചെയ്യാം, വീട്ടിൽ വരും. അന്നത്തെ കണക്കല്ല ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അന്നുള്ള ആൾക്കാർക്കുള്ള ജോലിയുടെ കണക്കാണ് ഇന്നത്തെ ആൾക്കാർ. ഇന്ന് എത്ര പേര് കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, എത്ര പേര്. ഇന്നത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയാണ്. ഇപ്പം നമ്മൾ എത്രത്തോളം വർക്ക് കൊടുത്തു അതാണ് അവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഫുഡ് എന്ന് പറയുന്നത് ഒരു മൈനർ പ്രയോറിറ്റി ആയി വരികയും പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ. അത് മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും. സോ അത്തരം കാര്യങ്ങളൊന്നും നോക്കാതെ വെറുതെ അക്ഷരമരാണ് ഈ 2 കാര്യം വെച്ചെന്നാണ് സൈക്കാട്രിസ്റ്റ് പറയുന്നത്. അതിനൊക്കെ തന്നെ വേറെ കാര്യം പറഞ്ഞ സൈക്കാട്രിസ്റ്റ് പറയുന്നത് സോഷ്യലി ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ലൈഫാണ്. ഒരു സോഷ്യൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പല രീതിയിൽ പറയും. എനിക്ക് മനസ്സിലാകാത്ത കാര്യത്തിൽ വെഞ്ഞാറമൂടിയിൽ നടന്ന 5 കൊലപാതകം, ഒരാൾ ആശുപത്രിയിലാണ്. അപ്പോൾ ആ കൊലപാതകം നടന്ന ആ വ്യക്തി സോഷ്യലി വെൽ ആയിട്ട് ആക്റ്റീവ് ആയിരുന്ന വ്യക്തിയായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം ആൾക്കാരോട് നല്ലോണം മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇന്നലെ രാത്രി നടന്ന സംഭവമുണ്ട്. ഇവിടെ കിളിമാനിൻ്റെ ഒരു ദമ്പതികളെ ചമ്മന്തി ചോദിച്ചതിന് അടിച്ചത്. അപ്പം ഇതും അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ? എനിക്ക് ലിറ്ററലി മനസ്സിലാവുന്നില്ല ഇവർ എന്തുകൊണ്ട് ഇതൊക്കെ സംസാരിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് വേറെ കാര്യം പറയാൻ വേണ്ടിയാണ്. ശരിക്കും കേരളത്തിന്റെ പ്രശ്നം എന്താണെന്ന് ജസ്റ്റ് ഒരു സ്വബോധമുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ആളെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ കേരളത്തിൽ 100% ലിറ്ററസി ഉണ്ട്. ആൾക്കാർക്കെല്ലാം വിവരമുണ്ട്, വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന ജോലി, ഞാനില്ല ഉത്തരം പറഞ്ഞത്, എഞ്ചിനീയറിംഗ് പഠിച്ച എത്ര കുട്ടികൾ ശരിക്കും എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അവർക്ക് എത്ര ശമ്പളമുണ്ട്. ഒരു കാര്യം പറയാം, കേരളത്തിൽ ഇന്ന് ജീവിക്കണമെങ്കിൽ മിനിമം 50,000 ഒരു ഫാമിലി മാൻ അല്ല എന്നുണ്ടെങ്കിൽ മിനിമം 50,000 ഉണ്ടെങ്കിൽ ഇന്ന് ജീവിക്കാൻ പറ്റുമോ ശരിക്കും നല്ല രീതിയിൽ? ഒരു സിനിമ, ഒരു ഫാമിലി ആയിട്ട് സിനിമ കാണാൻ പോകണമെങ്കിൽ എത്രയോ, ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ എത്രയോ, ഒരു ട്രാവൽ ചെയ്യണമെങ്കിൽ എത്രയോ. ഇന്നത്തെ ആൾക്കാരുള്ള പ്രഷർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു സെയിൽ പേഴ്സൺ, ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരു കാറിൻ്റെ ഒരു സെയിൽ പേഴ്സൺ ഇന്ന് അനുഭവിക്കുന്ന പ്രഷർ ഞാനൊരു ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പറഞ്ഞുകൂടെ, എന്നാലും ഞാൻ പറയാം. അപ്പോൾ അതിലൊരു കൺസൾട്ടേഷൻ വന്ന സമയത്ത് ഒരാൾ പറഞ്ഞതാണ്, അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു പ്രഷറിൽ അദ്ദേഹത്തിന് പേഴ്സണൽ ലൈഫും പോകുന്നുണ്ട്, ഈ കരിയർ വൈസും അത് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം ജോലിയില്ല. അത് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ചെയ്യുക? അതൊക്കെ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണ്. എനിക്ക് പേഴ്സണലായിട്ട് വന്നൊരു കോളാണത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രഷറൈസ്ഡ് ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര പ്രഷറൈസ്ഡ് ലൈഫാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള ക്യാഷും ഇല്ല. ഇപ്പോൾ വിദ്യാർത്ഥികളെ സമയത്തോളം. ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ ബസ്സിൽ KSRTC ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു പയ്യൻ പറയുന്നതാണ്, ഒരു ദിവസം നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു 10-250 രൂപ വേണ്ട അളിയാ. ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഒരു ബസ്സിൽ ഒരു സ്ഥലത്ത് പോയി ST ഉണ്ടെങ്കിൽ ഓക്കെ, ചെറിയൊരു എമൗണ്ട് മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ രീതിയിൽ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10-150 രൂപ. അധികം ഒരു ഡേ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 150 രൂപയ്ക്കടുത്ത് ടിക്കറ്റ് ആവും. ഫുഡ് 10-150 രൂപയാവും. ബാക്കി ജ്യൂസോ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ എല്ലാം ഒരു ചെറിയൊരു സ്ഥലത്ത് പോയി തിരിച്ച് വരുമ്പോൾ ഒരാൾക്ക് ഇന്ന് പണ്ടത്തെ കണക്കല്ല, നല്ലൊരു 10-250-350 രൂപയ്ക്ക് അടുത്താവും. ഇന്നത്തെ പിള്ളേരാണെങ്കിൽ വീട്ടിലിരിക്കുന്ന പിള്ളേരും അല്ല, എല്ലാവരും കറങ്ങി നടക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഡിമാൻഡ് ഒരു മന്ത്ലി എനിക്കൊന്നൊരു മിനിമം ഒരു 2K 3K 4K ഒക്കെ മന്ത്ലി ഇപ്പം കൊച്ചു പിള്ളേരുടെ ഒരു 10 കഴിഞ്ഞ് കോളേജ് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വീട്ടുകാർക്ക്, അവരുടെ ഒരു ചിലവിലും കാര്യങ്ങളും. പിന്നെ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, എക്സാമിൻ്റെ കാര്യങ്ങൾ, ബുക്സ് എല്ലാം വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതെല്ലാം പേരൻസിൻ്റെ മോളിൽ വരെയും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എവരി ഏണിംഗ് എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാം വീട്ടുകാർ നോക്കിക്കോളും, കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ചെയ്താൽ മതിയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെൻറ്റാലിറ്റി ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ഈ 2K ജനറേഷനിലെ കിഡ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, പഠിത്തം ശരിയല്ല. ഇപ്പം ടൈം മാറുന്ന സമയത്ത് പഴയ സമയത്ത് തന്നെ ഇന്നും ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് ഇവിടെ ഒരു ക്വാളിറ്റി ലൈഫ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പേരൻസിനെയാണ്. അവരെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ പിള്ളേർ പേരൻസിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് ഏണിങ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു കാര്യം. അത് കഞ്ചാവ് വിറ്റിട്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടോ അല്ല, അല്ലാതെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യാം. ഇപ്പൊ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ബുക്ക് എഴുതാവുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വ്ലോഗിങ് ചെയ്ത് എത്രയോ ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു ഹിന്ദി ഫാമിലി ഉണ്ട്. അവർ
പിള്ളേർ 2 പേരാണ് ടോയ്സ് അങ്ങനത്തെ റിവ്യൂ കാര്യങ്ങളാണ്, കോടിക്കണക്കിന് രൂപയാണ് അവരുണ്ടാക്കുന്നത്. സോ അങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാമെന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ നമ്മുടെ സിലബസ് മാറണം. നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ പഠിച്ച ബുക്കാണ് അല്ലെങ്കിൽ ആ ഒരു സിലബസാണ് ഇപ്പോഴും നമ്മുടെ പുതിയ ജനറേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുകൊണ്ട് ഒരു ഉപയോഗം വരത്തില്ല. അന്ന് പഠിച്ച കാര്യങ്ങളും ഈ 10ാം ക്ലാസ്സിലെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊന്ന് 2ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഉത്തരം അവർക്ക് കിട്ടും. പക്ഷേ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിൻ്റെയാണ് ഞാൻ പറയുന്നത്, മറ്റ് സ്റ്റേറ്റുകളൊക്കെ അല്ല. മറ്റ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കേരളത്തിൻ്റെ ഒരു തനതായ ഒരു സവിശേഷത അനുസരിച്ച് കേരളം ആൾറെഡി നല്ല ഡെവലപ്ഡ് ആണ്, സാക്ഷരതയിൽ ഏറ്റവും മുന്നിലാണ്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ളൊരു ക്വാളിറ്റി ലൈഫാണ്. ഏറ്റവും നല്ല ബ്രില്യൻ മൈൻഡ്സ് ആണ്. ചില യൂട്യൂബിലേക്ക് പിള്ളേർ പറയുന്ന വീഡിയോസ്, അവരുടെയൊക്കെ കഴിവുകൾ, സംസാരിക്കാനുള്ള കഴിവുകൾ തൊട്ട് പാടാനുള്ള കഴിവുകൾ, ഒരു 2-3 വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ പല പ്ലാറ്റ്ഫോമിലും വന്ന് പാടുന്ന കേട്ടാൽ തന്നെ ഞെട്ടും. അപ്പോൾ അവർക്ക് കഴിവുണ്ട്. ആ കഴിവ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം അവർക്കില്ല എന്നതാണ് ശരിക്കും ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഈ 70-80 കഴിഞ്ഞു പോയ ആൾക്കാർ പിന്നെയും ഈ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നതാണ് വലിയ കുഴപ്പം. ഒരു 25-40 വയസ്സിനകത്തുള്ള പുതിയ ജനറേഷൻ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ എന്നെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓരോ സ്കൂളിലും നല്ല രീതിയിൽ ഒരു സയൻസ് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് അതിൽ മിനിമം ഒരു 1 കോടി രൂപയുടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു സ്കോളർഷിപ്പ് കണക്ക് വെച്ചിട്ട് അതിനകത്ത് ആൾക്കാർക്ക് ഇൻവെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, കുട്ടികൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് ടാലൻസ് അനുസരിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, സ്പോർട്സ് തൊട്ട് അക്കാഡമിക് തൊട്ട് ആർട്സ്, ആ മേഖലയിൽ അവർക്കെല്ലാം അവരുടെ ടാലൻറ്റ് എന്താണോ അത് ഏറ്റവും ടോപ്പിലെത്തുന്ന രീതിയിലുള്ള ഒരു എല്ലാ സ്കൂളുകളിലും ഒരു ക്ലബ്ബ് തുടങ്ങി അതിനൊരു മിനിമം എമൗണ്ട്, ഒരു 1 കോടിയെങ്കിലും മിനിമം എത്തുന്ന രീതിയിലൊരു പ്രോഗ്രാം. അതെനിക്ക് രണ്ടാമത്തെ കാര്യം. നമുക്ക് കേരളത്തിൽ ഫുള്ള് വെള്ളം ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്, പക്ഷേ നമ്മൾ സ്വിമ്മിങ്ങിന് എവിടെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എൻ്റെ നാട്ടിലൊരു ഗണപതി ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ താഴെ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഒരാൾ മുങ്ങി മരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്ന് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മുങ്ങി മരിച്ചു, അതും ഈ വേനൽക്കാലത്ത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ ഭാഗത്ത് മണൽ കുഴിക്കുന്ന സ്ഥലമാണ്, അപ്പോൾ അവിടെ വലിയ ചുഴികളുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിന് ഓരോ വർഷവും എത്ര പേരാണ് അവിടെ മരിക്കുന്നത് എന്നുള്ള കണക്കില്ല. എന്തുകൊണ്ട് ഈ വേനൽക്കാല സമയത്ത് വെള്ളമില്ലാത്ത സമയത്ത് 2 ഭാഗത്തും അണ കെട്ടിക്കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ ആ ഒരു ആൾക്കാർ കുളിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഇറങ്ങുന്ന ഭാഗത്തിൻ്റെ കുറച്ച് നീളത്തിൽ 2 ഭാഗത്ത് അണ കെട്ടിയിട്ട് ആ ഗർത്തങ്ങളെല്ലാം സിമെൻറ്റ് ചെയ്ത് മൂടുക, അല്ലെങ്കിൽ കല്ലിട്ട് മൂടിയിട്ട് അവിടെ പ്രോപ്പറായിട്ടൊരു സിമെൻറ്റ് ചെയ്തിട്ട് ആ 2 ഭാഗത്ത് അണക്കെട്ടിൻ്റെ ഭാഗത്ത് ചെറിയ ഡാം കണക്ക് ഇട്ടിട്ട് കൺട്രോൾഡ് ആയിട്ട് വെള്ളത്തിന് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇറക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളാക്കി മാറ്റാൻ വേണമെങ്കിൽ, അപ്പോൾ അവിടെ വെച്ചിട്ട് ആൾക്കാർക്ക് സ്വിമ്മിങ് പഠിക്കാം, അതൊക്കെ തന്നെ അവിടെ പോയി കുളിക്കാം, എല്ലാ കാര്യവും ചെയ്യാം. അപ്പം ഇത്തരത്തിലൊരു എന്താ പറയുക ചിന്തിക്കാനുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ആൾക്കാർ വന്നാലേ ശരിക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു രക്ഷയില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, വർക്കല ബീച്ചിൽ ഒരുപാട് പേരാണ് വീണ് മരിക്കുന്നത്. ഞാൻ അവിടെ ഒരുപാട് കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, ഇവർക്ക് എന്തുകൊണ്ട് രക്ഷിക്കാൻ പറ്റുന്നില്ല, ആ ഒരു ടൈം പീരീഡിൽ എന്തുകൊണ്ട് അവർക്ക് എത്താൻ പറ്റുന്നില്ല, അവരെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഡ്രോൺ സംവിധാനമുണ്ട്, ഈ അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചെറിയ ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളത്തിൽ നമ്മുടെ ഈ ബീച്ച് സൈഡിൽ ഒരു 50-500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ നീളത്തിൽ ഓരോരോ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്ന ചെറിയ ഷിപ്പോ ഡ്രോണോ സംവിധാനം ഉണ്ടെങ്കിൽ ഒരാൾ മുങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി സെൻസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അതൊക്കെ അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. പക്ഷെ എന്നാലും അത്തരത്തിൽ സെൻസേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരാൾ പെട്ടെന്ന് അവിടെ മുങ്ങുക എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ ഫയർഫോഴ്സിനോ അറിയിക്കുക. രണ്ടാമത്തെ കാര്യം, ആ ഷിപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയൊരു ഓട്ടോമാറ്റിക് ഷിപ്പ് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയ ആളെ രക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തോരം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചുറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ മൈൻഡിൽ ഈ പറയുന്ന വയലൻസിന് പകരം ഇന്നോവേഷൻ്റെ കാര്യങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും. അതൊക്കെ തന്നെ കേരളത്തിലൊരു ക്വാളിറ്റി ലൈഫ് കൊടുക്കുക. ഇന്നത്തെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ജീവിക്കാനുള്ളൊരു, ഇപ്പം നമ്മളിപ്പം ഒറ്റ ഉദാഹരണം പറയാം, സിംഗപ്പൂർ പോലെ അല്ലെങ്കിൽ മലേഷ്യയിൽ പോയി അവർ ജീവിക്കുന്ന ജീവിതമല്ല ശരിക്കും കേരളത്തിലുള്ള. കേരളത്തിൽ ലിറ്ററസിയിൽ നല്ലതാണ്, ആൾക്കാർക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ആൾക്കാർക്കൊക്കെ നല്ല എന്താ പറയുക സ്മാർട്ട് പീപ്പിളാണ്. പക്ഷെ അവർക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലകളൊന്നും ഇവിടെ ഇല്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു 20 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയൊരു ഷോപ്പ് തുടങ്ങാൻ ശ്രമിച്ചു. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിന്നാണ്. ഒരു പഞ്ചായത്ത് എനിക്ക് അതിന് അനുമതി തന്നത് 2 വർഷം കൊണ്ടാണ്. അതിൻ്റെ പേപ്പർ, അതിന് ശേഷം ഈ പെർമിറ്റ് ചെയ്ത് കട ബിൽഡ് ചെയ്ത ശേഷം അതിൽ നിന്നുള്ള പെർമിറ്റ് കിട്ടാൻ വേണ്ടി 7-8 മാസം ഞാൻ അതിൻ്റെ പറയുന്നു. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡാക്കി. ആ ഓട്ടോ സ്റ്റാൻഡ് കാരണം നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ ഓട്ടോക്കാരെ എന്നെ ഒന്ന് ഇടിക്കാൻ വന്നു. ചുമ്മാ കേസ് കൊടുത്ത് അവരെയൊക്കെ ജീവിതം നശിപ്പിക്കേണ്ടെന്ന രീതിയിൽ ഞാനങ്ങ് വിട്ടു കളഞ്ഞാണ്. കാരണം
കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പരിണതഫലം എന്ന്. അവർക്ക് അതിൻ്റെ ദേഷ്യത്തിൽ എന്നെ പിന്നും എന്തെങ്കിലും പലപ്പോഴും പിന്നും കേസാവും. എന്തിന്? അതൊക്കെ അവിടെ വിടുന്നതാണ് നല്ലത്. അവർ ജീവിക്കട്ടെ, നമുക്ക് കുഴപ്പമില്ല. 20 ലക്ഷം രൂപയുടെ നമുക്കൊരു നഷ്ടം ഉണ്ടായി, നഷ്ടമല്ല, അത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, അത് ഭാവിയിലാക്കെങ്കിലും വിൽക്കാം, കുറച്ചും കൂടെ എന്ന രീതിയിൽ ഇട്ടേക്കുവാണ്. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒരു യാതൊരു തരത്തിലുള്ള സപ്പോർട്ടോ ഇവിടുന്ന് ഗവൺമെൻറ്റിനില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എങ്കിൽ ഓരോ വാർഡിലും ഇറങ്ങി അവിടെയുള്ള ആൾക്കാരെ സംസാരിച്ചിട്ട് നമുക്കറിയാം MSME സ്കീമുണ്ട് ഒരുപാട്, ലക്ഷക്കണക്കിന് രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഓരോരോ വീട്ടിൽ കയറി ഇറങ്ങി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ നാടിനും പുരോഗതി ഉണ്ടാകത്തുള്ളൂ, അവർക്കും പുരോഗതി ഉണ്ടാകത്തുള്ളൂ. വേറൊരു കാര്യം ഉദാഹരണം പറഞ്ഞുതരാം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ അമ്പലങ്ങൾ, ചുറ്റുമുള്ള അമ്പലങ്ങളും അറിയാം. ഓരോ അമ്പലങ്ങളും ഓരോ ഉത്സവങ്ങൾ സമയത്ത് ഈ ലക്ഷങ്ങളാണ് അവിടെ ക്യാഷ് വരുന്നത്. ആ ക്യാഷൊക്കെ എങ്ങനെയാണ്? ഇപ്പം കുംഭമേളയ്ക്ക് 65 കോടി ജനങ്ങൾ അവിടെ എത്തിയെന്നാണ് ഗവൺമെൻറ് ഒഫീഷ്യലി പറയുന്നത്. ഏകദേശം 3 ലക്ഷം കോടി രൂപയ്ക്ക് പുറത്തുള്ള വരുമാനം ഉണ്ടായി. അതിനേക്കാളും ക്യാഷ് നമുക്കും ഉണ്ടാക്കാം കേരളത്തിൽ. നമ്മുടെ ഈ ഉത്സവങ്ങളെല്ലാം ഒരു ഏകീകൃതമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കി ലോക്കൽ ഗവൺമെൻറ് അതിനെ കുറച്ചും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് ഫണ്ട് ചെയ്ത് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമ്മുടെ ടോയ്സൊക്കെ എത്ര ലക്ഷം കോടിയായിരിക്കും കേരളത്തിൽ ഒരു ഉത്സവ സീസണിൽ വിൽക്കുന്നത് എന്നുള്ള കണക്കുണ്ടോ? ആ ടോയ്സൊക്കെ വരുന്ന എവിടെ നിന്നാണ്? ചൈനയിൽ നിന്ന്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരൊന്നും നമുക്കിവിടെ ഇല്ല. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഓരോ പഞ്ചായത്ത് തീരുമാനിച്ച് അവിടെ എത്ര അമ്പലങ്ങളുണ്ടോ ആ ഉത്സവത്തിന് വേണ്ട കാര്യങ്ങൾ തൊട്ട്, അവിടെ അമ്പലങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തൊട്ട്, ഇപ്പം എണ്ണ തൊട്ട് തിരി തൊട്ട് എല്ലാ കാര്യം, ചന്ദന തിരി തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് സാമ്പത്തികമായിട്ട് വളരും. ഒരു സമൂഹം സാമ്പത്തികമായി മെച്ചപ്പെട്ടാൽ ഈ പറയുന്ന വയലൻസ് ഒക്കെ താനേ കുറയും. ഇപ്പം അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഒരു സമയത്ത് അമേരിക്കയിൽ വയലൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഉണ്ടായത്? അവിടെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്ന് കയറി, അവരുടെ കയ്യിൽ ക്യാഷും പണവും ഇല്ല, അവർ എന്തോ ചെയ്തു, നാട്ടിൽ നശിപ്പിച്ചു. ഇപ്പം ശ്രീലങ്കയിൽ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ എന്താ സംഭവിക്കുന്നത്? ആ അവസ്ഥയാണ് കേരളത്തിൽ സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രം കേന്ദ്രീകരിച്ച് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ രാഷ്ട്രീയക്കാർ അവർ കക്കുന്നതും മുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ KSRTC എന്തുകൊണ്ട് നഷ്ടത്തിൽ ഓടുന്നത് ഒന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ഓടുന്ന KSRTC ബസ്സുകൾ 1ഉം 2ഉം പേര് വെച്ച് ഓടുന്നതല്ല, പല ബസ്സുകളും നിറഞ്ഞാണ് ഓടുന്നത്. തിരുവനന്തപുരത്ത് തൊട്ട് തൃശ്ശൂർ വരെ ഞാൻ ഒരിക്കൽ പോയ സമയത്ത് ഇരിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ നിൽക്കുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പം അത്രയ്ക്ക് തിരക്കി പോകുന്ന ബസ് ആ കമ്പനി ഫുള്ള് നഷ്ടത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ നമ്മൾ എലോൺ മസ്ക് ചെയ്ത കണക്ക് അതേ കണക്ക് ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ ഈ KSRTCയിൽ ഉള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട്, പ്രത്യേകിച്ച് ആദ്യം എടുത്ത് കളയേണ്ട യൂണിയൻകാരാണ്, പിന്നെ അത് കഴിഞ്ഞ് വേസ്റ്റുകൾ എടുത്ത് കളഞ്ഞിട്ട് നല്ല ആൾക്കാരെ മാത്രം വെച്ചിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പണി നടത്തി കണ്ടക്ടർമാരെ മാക്സിമം ഒഴിവാക്കി. ഓർഡിനറി ബസ്സുകളിൽ എന്തിനാണ് കണ്ടക്ടർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഫ്രണ്ട് സൈഡിൽ കൂടെ കയറി ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങി വരുന്ന സിസ്റ്റം ഉണ്ടാക്കി ഫ്രണ്ട് സൈഡിൽ കയറുന്ന സമയത്ത് മിനിമം എമൗണ്ട്, ഇപ്പോൾ ഒരു ഓർഡിനറി ബസ് നമുക്കറിയാം എത്രയായിരിക്കും മാക്സിമം ഓടുന്നതെന്ന്. അപ്പം അതനുസരിച്ചിട്ടുള്ള, അപ്പം 2 രൂപയാണ്, ഒരു 10 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 20 രൂപയാണെങ്കിൽ ആ എമൗണ്ട് മാത്രം വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാർഡ് സിസ്റ്റം കൊണ്ടുവന്നാൽ നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് അവർക്കൊരു അമേസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലം ഭയങ്കര വിലപ്പെട്ടതാണ്, വലുതാണെന്ന് അവർക്ക് അതിൻ്റെ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമ്മളെ സമൂഹം രക്ഷപ്പെടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണക്കുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ശരിക്കും സത്യാവസ്ഥ എന്ന് പറയുന്നത്. സമൂഹം ക്വാളിറ്റി പീപ്പിള് ഒരു ബാഡ് സ്ഥലത്ത് നിന്നാൽ എന്ത് പറ്റും? അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അല്ലാതെ വേറൊരു പ്രശ്നമല്ല. ഞാൻ കേരളത്തിലെ ബാഡെന്നല്ല പറഞ്ഞത്, കേരളത്തിലുള്ള സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. നമുക്ക് തന്നെ കായികത്തിൽ നോക്കാം. ഈ അടി ഉണ്ടാക്കുന്ന പിള്ളേരുകൾ അവരുടെ ആ ഒരു പ്രായത്തിൽ എനർജി കൊണ്ടാണ് അവർ ചെയ്യുന്നത്. നല്ല എനർജി ഉള്ള പിള്ളേരല്ല എന്താ കോളേജിലെ സ്കൂളിലെ പിള്ളേർ. അവരെന്തുകൊണ്ട് കായികത്തിലേക്ക് മാറ്റുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളില്ല. ഞാൻ പഠിച്ച സ്കൂളുകൾ, ഞാൻ പലർക്കും സ്കൂളിലാണ് പഠിച്ചത്, അവിടെ ഒരു ഗെയിം പോലും ഇല്ലായിരുന്നു. പക്ഷെ അവിടുന്ന് സ്വയം പ്രയത്നത്തിലാൽ ഒരാൾ വോളിബോളിൽ ഏറ്റവും നല്ല വലിയ ഒരാളായിട്ട് മാറി. അപ്പം അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റിനും ആ ഒരു പ്രസൻസ് ഉണ്ട്, ആ ഒരു കുടുംബം രക്ഷപ്പെട്ടു, ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു ഇതായി. അപ്പം അതെനിക്ക് എല്ലാ ഗവൺമെൻറ് സ്കൂളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ കളിക്കുന്ന പയ്യന്മാരുണ്ടായിരുന്നു. എത്ര നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അറിയോ ആ സമയത്തൊക്കെ. അവർക്കൊക്കെ പ്രോപ്പറായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വേറെ ലെവലിൽ എത്തിയിട്ടായിരുന്നു. അപ്പം ആ രീതിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാരിനെ കുറ്റം പറയത്തുള്ളൂ. എന്തുകൊണ്ട് ഈ വയലൻസ് എന്ന് പറയുന്നത്, ഒന്നത്തെ കാര്യം ഈ പറഞ്ഞ ലഹരി. ഒരു 10ാം ക്ലാസ്സിലെ പിള്ളേർ ഇന്നത്തെ സെൻഡ് ഓഫ് പരിപാടിക്ക് ലഹരിയുടെ പാർട്ടി നടത്തിയത് നടക്കുന്ന സാധനമാണോ? വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഈ
ഇന്ത്യ മഹാരാജ്യത്ത് വേറെ എങ്ങും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10ാം ക്ലാസ്സിലെ പിള്ളേർ സെൻഡ് ഓഫ്. എൻ്റെ കുട്ടിക്കാലത്ത് 10ാം ക്ലാസ് സെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കുറേ പേനയുടെ ഈ നിപ്പൊക്കെ പൊട്ടിച്ചിട്ട് മഷി വാരി ഇങ്ങനെ എറിയും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സൈൻ ചെയ്ത് തരും. ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് പരിപാടി, നേരെ വീട്ടിൽ പോകുന്നു. അത് കഴിഞ്ഞ് ബുക്കെടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് കളയുന്നു. അപ്പോഴേ ബാറ്റും ബോളും എടുത്തുകൊണ്ട് വയലിലോട്ട് ഇറങ്ങുന്നു. ആ ഒരു കാലമാണ് നമ്മളെയൊക്കെ 10 എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാലമല്ല. അതെന്തുകൊണ്ട് ഇന്ന് അത് ഇത്ര സുലഭമായി ഇവിടെ കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ കുഴപ്പമാണ്. അവരതിനെ അഡ്രസ്സ് ചെയ്യാതെ പ്രോപ്പറായിട്ട് അതൊക്കെയല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇവിടുന്ന് കിട്ടുന്നു. ഇതൊരു ചെയിൻ ഓഫ് റിയാക്ഷൻ എന്നാണ് ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്. ഇതിലൊരു ഡീലറുണ്ട്. ആ ഡീലർ കുറച്ച് സപ്ലൈസിനെ ഉണ്ടാക്കും. ആ സപ്ലൈസ് പിന്നെ ഡീലേഴ്സ് ആവും. ആ ഡീലേഴ്സ് പിന്നെ വീണ്ടും സപ്ലൈസിനെ തേടുന്നു. അവർ പിന്നെ ഡീലേഴ്സ് ആവുന്നു. അപ്പോൾ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ. അപ്പം എന്തോ ചെയ്യേണ്ട, ആ ആദ്യത്തെ ഹെഡിനെയും കട്ട് ചെയ്യണം. ഇവർക്ക് സാധനം കിട്ടായിരുന്ന ഞാൻ കാര്യം കഴിയും എന്നാണ് എൻ്റെ ഒരു ഊഹം. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയത്തില്ല. പക്ഷേ എന്നാലും ഇതാണ് സംഭവം. അപ്പം ആ ഡീലേഴ്സിനെയും സാധനത്തിൻ്റെ കിട്ടുന്നതും കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ആ രീതിയിൽ ഇതിനെ കാണാൻ മതി. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൈക്കാട്രി സൈക്കോളജിസ്റ്റൊക്കെ വളരെ പ്രാചീനമായൊരു ചിന്തയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നല്ല. നമ്മൾ നല്ലൊരു ക്വാളിറ്റി സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. ഈ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും മെയിൻ കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ പറയുന്ന ഒരു സാധാരണ തൊഴിലാളി ഒരു ദിവസം 1200 പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ 1200 കൊണ്ട് ഞാൻ ശരിക്കും പറയണം, 1200 വെച്ച് ഒരാൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഫാമിലി പേഴ്സണൊക്കെ ആണെങ്കിൽ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇറങ്ങി വരണമെങ്കിൽ വേണം 500 രൂപ. ശരിക്കും ഞാൻ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഞാനൊരു മിഡിൽ ക്ലാസ്സാണ്. അപ്പം ഞാൻ അനുഭവിച്ച കാര്യം, ഒരു സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലത്ത് നമുക്ക് പോയി തിരിച്ച് വരണം. ഒരു ഉത്സവത്തിന്, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലത്ത്, ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പം ഞാൻ ഒരു കൊല്ലത്തൊരു ഉത്സവത്തിന് പോയിട്ട് എനിക്ക് തിരിച്ച് വരണമെന്ന് വെച്ചോ, ഒരു ബസ് കയറി പോയി തിരിച്ച് അവിടെ കണ്ട് ഒരു ജ്യൂസ് കുടിച്ച് ഫുഡ് കഴിച്ച് തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് 15 രൂപയുടെ ചിലവാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു ഫാമിലി ആയിട്ടൊരു പോയാൾക്ക് വരുന്ന ഒരു സാമ്പത്തികമായിട്ടൊരു ബേർഡൻ. അപ്പം എന്താ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, അതനുസരിച്ചുള്ള സാമ്പത്തിക മെച്ചം നമുക്ക് ഉണ്ടാവണം. ഈ ഡെയിലി വേജസിൻ്റെ കൂലി ഒരു 2500 മിനിമം ആവുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവും. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി തന്നെ അവർക്ക് ടാക്സുകൾ മാക്സിമം അവരെ ഒന്ന് കുറച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗവൺമെൻറ് മാറി. അപ്പം കഴിക്കുന്നവർക്കും ഒരു ചെറിയൊരു ആശ്വാസം, അവർ കൊടുക്കുന്ന അവർക്കും ഒരു ചെറിയൊരു ആശ്വാസം, അവർക്കും കുറച്ച് ലാഭമായി കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാവും. എല്ലാവരും ഹാപ്പി ആകുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ ഈ പറയുന്ന വയലൻസ് കുറയുക. അല്ലാതെ സിനിമ കണ്ടിട്ടാണ് വയലൻസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് വയലൻസ്, ഇതൊക്കെ പറഞ്ഞ് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും വരുമ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല. അവർ ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയായിരിക്കും കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ശരിക്കും ഇത്തരത്തിലുള്ള വയലൻസിലേക്ക് ആൾക്കാരെ മാറ്റുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഒരു കുഴപ്പമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമ്മൾ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്കൂൾ തൊട്ട്, ഇപ്പോൾ കോളേജിലൊക്കെ എന്തിനാണ് ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തരത്തിലുള്ളൊരു വിഷം കുത്തിവെക്കുന്ന അവരുടെ ഇടയിൽ, അതിനേക്കാൾ നല്ല അവർക്ക് ആ സമയത്ത് അവരുടെ ക്വാളിറ്റി ഉള്ള, അപ്പം NCCയിൽ പോവാം, അല്ലെങ്കിൽ അവർക്ക് ഇന്റേൺഷിപ്പ് പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്, അങ്ങനെ പോവാം, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് അവർക്ക് ജോലി ചെയ്യാം. പലർക്കും, ഞാനൊക്കെ എൻ്റെ കോളേജ് സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ക്യാഷിൻ്റെ വില മനസ്സിലാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ വീട്ടുകാർ പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സാമ്പത്തികമാണ്. എത്രത്തോളം സാമ്പത്തികം അവർ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ജീവിക്കുന്ന ഒരു ബോധം ഇന്നത്തെ കുട്ടികളിൽ ഉണ്ടായാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലതും കുറയാൻ പറ്റും. സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു വയലൻസിന്. അല്ലാതെ ഈ പറയുന്ന സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ സാഹചര്യം ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു 100% അതല്ല റീസൺ. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒന്നും പറയാനില്ല ഇതിൽ കൂടുതൽ. കാരണം ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാം. ഇപ്പോൾ കൊല്ലത്ത് ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. കൊല്ലം എന്ന് പറയുന്ന ഒരു ബിസിനസ് ഏരിയയാണ് ടോട്ടലി. അതിൻ്റെ ഒരു ഈ തങ്കശ്ശേരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊല്ലം ബീച്ച് തൊട്ട് തങ്കശ്ശേരി വരെ ആ ഒരു ഏരിയ, ചിന്നക്കട, ആ ഫലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ബിസിനസ്സാണ്. അതും ഒരു നില കെട്ടിടത്തിൽ ചെറിയ റൂമിൽ ചെറിയ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ഹോൾസെയിൽ, റീറ്റെയിൽ എല്ലാം ഉണ്ട്. ഒറ്റ കാര്യം ചോദിച്ചിട്ട്, അവിടെ അത്രയും ഭാഗത്തിന് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട്, ഇപ്പോൾ ലുലു മോൾ കണക്ക് വലിയൊരു മോൾ സെറ്റപ്പ് എടുത്തിട്ട് അത് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒറ്റ ഒരു കുടക്കുഴി ലാഭം ചെയ്യും. ഈ കൺജസ്റ്റഡ്, കൊല്ലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കൺജഷനാണ്, ഭയങ്കര കൺജഷനാണ് അവിടെ. അപ്പോൾ അതൊക്കെ മാറി അവർക്ക് അവിടെ വെക്കുകയും ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ ഏറ്റവും കൂടുതൽ നല്ല സീ ഫുഡ് കിട്ടുന്നത് കൊല്ലത്ത് നിന്നാണ് അവർ പറയുന്നത്, എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പോൾ സീ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് നടത്തി അതിനെ വിഴിഞ്ഞത്ത് എത്തിച്ചിട്ട് വിഴിഞ്ഞത്ത് നിന്ന് ലോകത്തെമ്പാടും നമുക്ക് കയറ്റി വയ്ക്കാം. അങ്ങനെ എന്തോരം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ. പക്ഷേ ഇതൊന്നും ആരും ഫോക്കസ് ചെയ്യാതെ
എന്ന് വെച്ചാൽ കേരളം ഫസ്റ്റ് എന്ന ചിന്തയുള്ള ഒരു ഗവൺമെൻറ് വന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാത്ത പാർട്ടിക്കാർക്കും കക്കാനും മുക്കാനുമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ പ്രശ്നങ്ങളുടെ ഒരു 100% കാരണം എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതല്ല, അതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ യു പിയിലൊക്കെ ഭയങ്കര പ്രശ്നമുള്ള സമയം ഉണ്ടായിരുന്നു. എന്നും വയലൻസ് ആണ്. അതിനൊരു മൊറാദാബാദ് എന്ന സ്ഥലമുണ്ട്, ഈ ലോറിയൊക്കെ വരുന്ന അവരുടെ ഒരു സ്ഥലമാണ് മൊറാദാബാദ്. ആക്കിയാലും അപ്പോഴത്തേക്ക് അവിടെ ഈ യോഗി ഗവൺമെൻറ് വരുന്നതിന് ശേഷം ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നു. ഇപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പോകാൻ. അതൊക്കെ തന്നെ ബീഹാറുകളിലൊക്കെ രാത്രി നമ്മൾ കാറിലൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു ബീഹാർ. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ഇരിക്കുന്ന സീറ്റും ടയറും കാണത്തില്ല. നമ്മുടെ നടുറോടി കിടക്കും, വണ്ടി പല പീസായിട്ട് പോകും. അത്രയ്ക്ക് എന്താ പറയുക, ഒരു ക്രിമിനൽ മനോഭാവം. അത് എന്നതിനോട് വരുന്ന വെച്ചാൽ സാമ്പത്തിക പ്രശ്നം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് വളർന്നു. ഇപ്പം മാവോയിസ്റ്റ് ഉള്ള ഈ പറയുന്ന ജാർഖണ്ഡിലൊക്കെ ഛത്തീസ്ഗഡൊക്കെ പറഞ്ഞാൽ മാവോയിസ്റ്റിൻ്റെ ഏരിയ ആയിരുന്നു. ഈ ഇടയ്ക്കും 2 ദിവസം മുമ്പും നമ്മൾ വായിച്ചതേ ഉള്ളൂ. അതൊക്കെ ആ ഒരു നല്ലൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ തുറച്ച് നീക്കി നല്ല രീതിയിൽ ഒരു പീസ്ഫുൾ സൊസൈറ്റി ആയിട്ട് മാറ്റണം. പക്ഷേ കേരളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള പീപ്പിളാണ്, നല്ല ക്വാളിറ്റിയുള്ള പീപ്പിൾ. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഏറ്റവും ഒരു ക്ലീനർ സ്റ്റാഫിൽ ചോദിച്ചാൽ തന്നെ അവർക്കും അത്യാവശ്യം നല്ല വിവരമുണ്ടല്ലോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ക്വാളിറ്റിയുള്ള ആൾക്കാർക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് നമ്മൾ ഇല്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇതിലൊക്കെ മാറ്റിയെടുക്കാം. ദാറ്റ്സ് ഇറ്റ്.